ഓടുന്ന വണ്ടിക്ക് കല്ലെറിഞ്ഞ് പിടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടോ ഗൈസ്, എല്ലാവരും കണ്ണ് വെച്ച് ദേ മുഖത്ത് പരിക്ക് പറ്റി. മാങ്ങ പറിച്ചതാ. അപ്പം മാങ്ങ പറിച്ചിട്ട് മാവിനറിയില്ലല്ലോ ഞാൻ സെലിബ്രിറ്റി ആണെന്നും 10 പേര് അറിയുന്നതാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്നും അതൊന്നും മാവിനറിഞ്ഞൂടായിരുന്നു. മാവ് എന്താക്കി, ഒരു മാങ്ങ പറിച്ച സമയത്ത് ഇപ്പുറത്തെ മാങ്ങ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് മോന്തമ്മയിലേക്കൊരു വിക്കൽ. അങ്ങനെ ദേ പവനായി ശവമായി. ഒരുപാടായി അവിടെ. എൻ്റെ കഷ്ടപ്പാടിനെക്കാട്ടും വലിയ പാടായിപ്പോയി ഇത്. എന്തായാലും തെങ്ങ് ചതിക്കൂല എന്ന് ഞാൻ കേട്ടിക്ക്. പക്ഷെ മാവ് ചതിക്കും ഗൈസ്, മാവ് ചതിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത്. പക്ഷെ എന്തോ ഭാഗ്യം, കണ്ണ് കൊള്ളാനുള്ളത് പുരികത്തുമ്മ കൊണ്ട് എന്ന് പറയലില്ലേ, അതാണ് ഇത്. ഇതെൻ്റെ കണ്ണിലായും കൊള്ളേണ്ടത്, പക്ഷെ അത് പുരികത്തുമ്മ കൊണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് കളറ് പോലെ മാറി വന്ന് പെയിനും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോകണമായിരിക്കുന്നു. അപ്പോൾ എൻ്റെ മൂത്ത സിസ്റ്റർ പറഞ്ഞത് കാണിക്കാൻ മാത്രമൊന്നുമില്ല, കറയല്ലേ, അത് മുഖത്തായാൽ മാത്രമേ പൊള്ളുള്ളൂ, ശരീരത്തിൽ വേറെ എവിടെയായാൽ പൊള്ളൂല എന്നു പറഞ്ഞാൽ മുഖത്തന്നെ ആയത്. 3 മാങ്ങ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരുത്തനെ പിടിച്ചത് അവർക്കങ്ങ് പിടിച്ചില്ല. തേന്ന് പിടിച്ചോ പറഞ്ഞു ഒരു വിഗല് വീണിക്ക് ഗൈസ്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഇതിൽ വെക്കാം കേട്ടോ. ഏതായാലും ഒരടിയാളായി. ഈ ഭാഗത്ത് ഇവിടെ പണ്ട് നിങ്ങളുടെ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലെന്ന് പറയണ്ട, എൻ്റെ അമ്മായിയൊക്കെ ഒരു 18-20 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓലപ്പുരയിലാണ് നിന്നത്. അപ്പോൾ ഓലപ്പുര കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പനമ്പട്ട ഉണ്ടല്ലോ, അത് എടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പനമ്പട്ടൻ്റെ മട്ടലുണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും, എന്നിട്ടിങ്ങനെ ചെരിച്ചിങ്ങനെ വെക്കും. അപ്പോൾ ഇപ്പം ഒക്കെ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പം ഉരുങ്ങുന്ന സാധനം ഉണ്ടല്ലോ, അതേപോലെ നേരെ ഇങ്ങോട്ട് നിരങ്ങിപ്പോരും. അങ്ങനെ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ, ഫസീലൻ്റെ വീട്ടിൽ, ഞങ്ങൾ ഇതേപോലെ മതിലിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് നിരങ്ങാൻ പോയതാ. അപ്പം നേരെ ഞാൻ വീണ് ഇവിടെ പരിക്ക് പറ്റി. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, എനിക്ക് കുട്ടിക്കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ, എനിക്ക് എന്ത് പറ്റിയാലും പിന്നെ ഒരു അടി ഞാൻ നടക്കൂല. ഇതിനു മുമ്പ് മദ്രസയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓടും ഞാനും എൻ്റെ കൂട്ടുകാരനുണ്ട് സാദിക്ക്, സുഹൈലത്ത്, ഇവരെല്ലാവരും കൂടിയിട്ട് ഓടും. അങ്ങനെ ഒരിക്കൽ ഓടി മതിലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ്. അപ്പോൾ കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റി. അപ്പം ഞാൻ എൻ്റെ വാപ്പൻ്റെ അമ്മനെ മൂത്തമ്മേന്നാണ് വിളിക്കുക. അപ്പോൾ സാദിക്ക് ഉറക്കെ വിളിച്ചിരുന്നു, മൂത്തമ്മേ ജെസ്സി വീണിക്ക് എന്ന് പറഞ്ഞു. എൻ്റെ അമ്മാമ്മക്കാണെങ്കിൽ എന്തും സഹിക്കും, എൻ്റെ വാപ്പൻ്റെ അമ്മ എന്ത് സംഭവവും സഹിക്കും. പക്ഷെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയേ, എനിക്ക് എന്തെങ്കിലും പറ്റുകയോ ചെയ്താൽ ഭദ്രകാളി വേക്കിൽ നിൽക്കും, അമ്മാതിരി ഉറഞ്ഞു കൊള്ളും. മൂത്തമ്മ അങ്ങോട്ട് വരല്ലോ. പിന്നെ ഞാൻ ഒരടി നടക്കുന്നില്ല, കൈയാണിങ്ങനെ വെച്ചത്, പക്ഷെ ഞാൻ നടക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം എന്നെ പൊക്കി പിടിച്ച് കൊണ്ടുപോയി. ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നാലേ ഓട്ടോ കിട്ടുള്ളൂ. അവിടെ വരെ നടന്ന് പൊക്കി പിടിച്ചിട്ട് പാവം. അന്നൊക്കെ ഓർഡറൊക്കെ അങ്ങോട്ട് വിളിക്കാനും മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ലാൻഡ് ലൈനിലൊക്കെ ആണല്ലോ അന്ന്. അതേപോലെ തന്നെ ഇത് പറ്റിയപ്പം ഒരടി ഞാൻ നടന്നില്ല, നടക്കാൻ പറ്റൂല എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ മൂത്തമ്മ എടുത്ത് കൊണ്ടുപോയ, മൂത്തമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പേൻ്റെ ഉമ്മനെയാട്ടോ മൂത്തമ്മ എന്ന് വിളിക്കുന്നത്. ഞാൻ എൻ്റെ മക്കളൊക്കെ മാമേന്ന് വിളിക്കുമ്പോൾ ഞാനും മാമേന്നൊക്കെ അറിയാതെ വിളിക്കുക എന്നല്ലാതെ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഞങ്ങൾക്ക് മൂത്തമ്മയാണ്. ഞങ്ങൾ 2 കാര്യത്തിലാണ് ഞങ്ങൾ 3 മക്കൾ. കുറ്റബോധം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ വിളിക്കാതെ പോയത്. എൻ്റെ വാപ്പാനെ ഞങ്ങൾ കയ്യെന്നാണ് വിളിക്കുക, വാപ്പാൻ്റെ ഉമ്മനെ മൂത്തമ്മയെന്നാണ് വിളിക്കുക. ഈ 2 കാര്യം ഞങ്ങൾ ഇന്നേ വരെ മാറ്റിയിട്ടില്ല. ഇപ്പോഴും പറയാം മൂത്തമ്മ, അല്ല ഇപ്പോഴും പറയാം കായി. ഞാൻ
സോഷ്യൽ മീഡിയയിൽ ഒക്കെ പറയുന്ന സമയത്ത് വാപ്പി വാപ്പി എന്ന് പറയാന്നല്ലാതെ നോർമലി ഞാൻ ഇക്കായി എന്നാണ് വിളിക്കാം. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഷോപ്പ് കയറിയിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇക്കായി പൈസ തരും കേട്ടോ. മജീദ്ക്കൻ്റെ മോളെന്നല്ലേ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്തക്കായി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുട്ടിക്കാലം തൊട്ടേ അങ്ങനെ വിളിക്കുന്നത്. എന്താ വെച്ചാൽ എൻ്റെ ഉമ്മയും വാപ്പയും ഏട്ടൻ്റെയും അനിയൻ്റെയും മക്കളാണ്. അപ്പോൾ ഉമ്മാൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്നൊരു മനുഷ്യനാണ് എൻ്റെ വാപ്പ. അപ്പം അങ്ങനെ വിവാഹം കഴിച്ചത്. അപ്പം അന്ന് തൊട്ടേ കയ്യെന്ന് ഉമ്മ വിളിച്ചു തുടങ്ങി. അത് കേട്ട് മൂത്ത സിസ്റ്റർ വിളിച്ചു തുടങ്ങി. അത് കേട്ട് രണ്ടാമത്തെ സിസ്റ്റർ വിളിച്ചു തുടങ്ങി. പിന്നെ ഞാനും വിളിച്ചു തുടങ്ങി. എൻ്റെ മോന് പപ്പ എന്ന് വിളിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടുകാരത് തിരുത്തി കൈ തന്നെ ആക്കി, അല്ല ബാപ്പി തന്നെ ആക്കി. എന്നപ്പോൾ ഉമ്മയുടെ മൂത്തമ്മയാണ് ഉമ്മാൻ്റെ അമ്മായിയമ്മ. ശരിക്കും പറയാ വെച്ചാൽ ഉമ്മാൻ്റെ വാപ്പൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് എൻ്റെ വാപ്പൻ്റെ അമ്മ. അപ്പം അന്ന് തൊട്ടേ മൂത്തമ്മേന്ന് വിളിച്ച്, പെട്ടെന്നൊരു ദിവസം നമ്മൾ അമ്മായിയമ്മേന്നോ ഉമ്മച്ചീന്നൊന്നും വിളിക്കൂലോ. അങ്ങനെ രണ്ടുപേരെയും അങ്ങനെ വിളിച്ച് ശീലിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഏതായാലും കണ്ണിന് പരിക്ക് പറ്റി ഗായ്സ്. എത്ര പേരിപ്പോൾ നന്നായി എന്ന് പറയുന്നുണ്ടാവില്ലേ? എനിക്ക് അതിലൊരു വിഷയവുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മാങ്ങ വീട വീഡിയോയും കൂടി ഇതിൽ വെക്കാം കേട്ടോ. എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നറിയില്ല. ഞാനിതും കൂടി ഇതിൽ വെക്കാം. ഓക്കെ, ടാറ്റാ. ദീം തിരികിടത്തോന്ന് പറഞ്ഞ് ഞാൻ വെക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരുമോ ഗൈസ്? പൂടാ ഹലോ